ഹായ് ഗൈസ്, നമ്മളിന്ന് എനിക്ക് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോക്കസ് മാളിൽ ലുലു മാളിലൊക്കെ ഒന്ന് പോയതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണണ്ടേ. അപ്പോൾ അതാ നമ്മളെ മുഖദാറ് ഭാഗത്ത് എത്തിക്കുന്നു കേട്ടോ. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. അയ്യോ ഗേറ്റ് താമല്ലോ. അപ്പോൾ അവിടെ ഗേറ്റ് താന്നതുകൊണ്ട് നമ്മൾ ചുറ്റി കറങ്ങിയിട്ട് ഈ റൂട്ടിനാട്ടോ പോണേ. ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ മാനാഞ്ചിറ സ്ക്വയർ ആട്ടത്. ഉള്ളിൽ കയറി വീഡിയോ എടുക്കാനുള്ള നേരമൊന്നുമില്ല ഗൈസ്. നമുക്ക് ലുലുവിലും പോകണം, ഫോക്കസ് മാളിലും പോകണം. അപ്പം നിങ്ങൾ വിചാരിക്കണോ എന്തിനാ രണ്ട് സ്ഥലത്തും പോണത്? ഫോക്കസ് മാളിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലയെന്നാണ് ഗൈസ് കേട്ടത്. അപ്പോൾ അതാണ്ട് ഗൈസ്, നമ്മൾ ഫോക്കസ് മാളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി പാർക്ക് ചെയ്തിട്ട് വരാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മളിതാ ലിഫ്റ്റ് കയറാൻ പോകട്ടോ. സത്യം പറയാമല്ലോ, ഞാൻ ഫോക്കസ് മാൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എൻ്റെ ലൈഫിൽ. ഞാൻ അന്നേ വരെ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ അതുകൊണ്ടാണ് വന്നതെന്ന്. പക്ഷെ അല്ല ഗൈസ്, ഇവിടെ മാത്രമേ ഉള്ളൂ പർപ്പിളുള്ളത്. പർപ്പിളിലാണ് എനിക്ക് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് വാങ്ങാനുള്ളത്. അവിടെ കുറച്ച് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് കേട്ടു. അപ്പം അങ്ങനെ വന്നതാണ്. അതുകൊണ്ടാണ് കാര്യമായിട്ട് ഈ ഫോക്കസ് മാളിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ലുലു മാളിലും കൂടി പോണത്. അപ്പോൾ ദാ ഗൈസ്, പർപ്പിളിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ വന്നിരിക്കണം. നമ്മൾ കയറി ഉടനെ നേരെ പർപ്പിളിലേക്ക് എത്തി. നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കറങ്ങേണ്ടി വരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സ്കിൻ കെയർ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയിരുന്നു കേട്ടോ. ഇൻഷാല്ല ഞാൻ ഒരു ഷോർട്സിൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ വാങ്ങിയ സ്കിൻ കെയർ പ്രോഡക്റ്റൊക്കെ കാണിച്ച് തരണ്ട്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ടൈം വരല്ലേ, ഒന്ന് ചുറ്റി കറങ്ങട്ടെ, ഒന്ന് നോക്കട്ടെ ഫോക്കസ് മാളൊക്കെ എങ്ങനെയുണ്ടെന്ന്. കൂടുതൽ അങ്ങോട്ട് ചിലപ്പോൾ കാണാൻ നിൽക്കില്ല. നമ്മൾ നേരെ ചിലപ്പോൾ ലുലുവിലേക്ക് വിടും കേട്ടോ. അവിടെ അതിന് കാര്യമായിട്ടൊന്നും കാണാനില്ല എന്നാണ് എൻ്റെ ഒരു കണ്ടിട്ട് തോന്നണത്. ലുലു മാളിൻ്റെ ഒരു ഹൈപ്പൊന്നും കാണുന്നില്ല ഗൈസ്. കണ്ടോ ഗൈസ്, ഞാൻ ലിഫ്റ്റിൽ പോവാണ് ഗൈസ്. നിങ്ങളിത് കാണുന്നുണ്ടോ ഗൈസ്? ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വിട്ടാലോ നമ്മളെ ലുലുവിലേക്ക്. ലുലു മാള് പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാലിക്കറ്റത്തെ. എന്നാലും നമ്മളെ വീഡിയോയിൽ കുറച്ചൊക്കെ എടുക്കട്ടെ. നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അവിടെ അടിപൊളിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലുലു മാള്. ഇതിനേക്കാളും ടോപ്പാണ് എറണാകുളമോ കൊച്ചിയോ അവിടെ ഉള്ള ലുലു മാള്. നമ്മൾ പോയിട്ടില്ല, ഇൻഷാല്ലാ പോകണം. എന്താണ്ട് ഗൈസ്, നമ്മൾ ലുലു മാളിൽ എത്തി ഗൈസ്. ഗൈസ്, നമ്മളെ ലുലു മാളിൻ്റെ പാർക്കിംഗ് ഏരിയ ശ്രദ്ധിച്ചു ഞങ്ങൾ. എന്തൊരു ഭംഗിയല്ലേ, എത്രങ്ങാനും വണ്ടികളുണ്ട്. ഈ വണ്ടികൾ കാണുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത്രങ്ങാനും മനുഷ്യന്മാരുണ്ട് എന്ന് പറയുന്നത്. എന്താലേ ഇതിൻ്റെ ഉള്ളിൽ നേരെ ഹൈപ്പർ മാർക്കറ്റ് കട്ടതാണ്. കാരണം എൻ്റെ സ്കിൻ കെയറിൽ ഒരു സാധനം കൂടി മിസ്സിങ്ങാണ്, അത് കിട്ടിയിട്ടില്ല ഒന്ന്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങണം ഗൈസ്. ഇവിടെ ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ കണ്ടിരിക്കണം. ഫുഡിൻ്റെ എന്ത് എനിക്ക്
എനിക്കൊന്നും വേണ്ടേ. ഇതെന്താ? Kasi sa Timbiyan. അപ്പോൾ ഗൈസ് നമ്മളെ ലുലു മാളിൽ നമ്മൾ കുറേയൊന്നും കറങ്ങിയിട്ടില്ല, കുറച്ചൊന്ന് ജസ്റ്റ് കറങ്ങി. പിന്നെ ഫുഡിൻ്റെ സ്പോട്ടിലേക്ക് പോയി. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ജസ്റ്റ് അവിടെ കുത്തിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല, നമ്മൾ ഭയങ്കര വർത്തമാനത്തിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ലുലു മാളത്തെ വിശേഷങ്ങൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി വിശക്കണുണ്ട്, എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ കഴിക്കണം. അപ്പം നമുക്ക് പോയാലോ ഗൈസ്. ഐശുട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ചിന്തയില്ല കേട്ടോ. തീരെ ഇഷ്ടമല്ല വീട്ടിലേക്ക് പോണത്. ബീച്ചൊക്കെ ആയിക്കോട്ടെ, ഇനി മാളുകൾക്കായിക്കോട്ടെ, എവിടേക്ക് പോയാലും ഒക്കെ അവിടെ ഇങ്ങനെ കളിക്കണം, ആ ഒരു മൈൻഡാണ്. ഒക്കെ വീട്ടിലേക്ക് പോകണതേ ഇഷ്ടമില്ല. കാരണം വീട്ടിൽ പോയാൽ ഒറ്റക്കാണ്, അവിടെ ഒക്കെ കാണാനും ഒന്നുമില്ല, കളിക്കാനും കൂടെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ വാശി പിടിക്കുക അവള്. അപ്പോൾ ദാണ്ട കേസ് നമ്മൾ പന്നിയാങ്കര ഒരു ഫുഡിൻ്റെ സ്പോട്ടിൽ കയറിയിരിക്കുന്നത്. ലെവൻസ്ന്നോ അങ്ങനെ എന്തോ ആണ് പേര് വരുന്നത്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ, ബിരിയാണിയും അങ്ങനെ പലതും, ഓരോന്നിനും ഓരോ സെക്ഷനാണ്. ഞാൻ പിന്നെ ചെറിയൊരു ഇറച്ചി ദോശ, മസാല ദോശ അല്ല, ഇറച്ചി ദോശ കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.